ലെവലിൽ ഈ റീചാർജ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമറിൽ ചാർജ് കയറിയില്ല. അപ്പോഴത്തേക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 ജനറേറ്ററിൽ പഴയ ജനറേറ്ററിൽ ഒരു ഇത് വന്നു. ഇത്തരത്തിലൊരു പവർ ഫെയിലിയർ മുടങ്ങുമ്പോഴേക്കും ഒരു അടിയന്തര സംവിധാനം വൈകുന്നേരത്തെ നിങ്ങൾ സ്വീകരിക്കേണ്ടതല്ലേ? ജനറേറ്റർ ഉണ്ടല്ലോ, 2 ജനറേറ്റർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുന്ന ഇലക്ട്രിക്കൽ വിങ്ങാണ്, PWD ഇലക്ട്രിക്കൽ വിങ്ങാണ്. അപ്പോൾ ഇത് നമ്മുടെ തലത്തിലുള്ള പ്രോബ്ലം അല്ലായിരുന്നു. ഇത് പെട്ടെന്ന് വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി ആക്ട് ചെയ്തു. മന്ത്രി ലെവലിൽ തന്നെ ഇത് PWD മിനിസ്റ്ററായിട്ടും ഇലക്ട്രിസിറ്റി മിനിസ്റ്ററായിട്ടൊക്കെ നടത്തുന്നുണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. വർക്ക് ടെക്നിക്കൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഭാഗത്തുനിന്ന് KSEB ചാർജ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമറിൽ ചാർജ് കയറാത്തതാണ് പ്രശ്നം. ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്ഫോമറിൽ ചാർജ് കയറിയില്ല. റീചാർജ് ചെയ്തപ്പോൾ അത് എന്തുകൊണ്ടോ ചാർജ് കയറിയില്ല. അതിൻ്റെ വിഷയം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ PWD ഇലക്ട്രിക്കലും KSEB കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ICU കുട്ടികളുടെ ICU-ലൊന്നും ഒരു പ്രശ്നമില്ല. സൂപ്രണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.